ഇവര് ചോദിക്കുന്ന എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുത്തേക്ക്. എനിക്ക് 23-ാം തീയതി ഇവിടെ നടന്ന അപകടത്തിന്റെ CCTV വിഷ്വൽസ് വേണം. അതും കൊണ്ടേ ഞാൻ പോവും. ചേച്ചി നിൽക്ക്, ഞാൻ എൻ്റെ മൊബൈൽ കോപ്പി ചെയ്തുകൊണ്ട് വരാം. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ഇങ്ങനൊരവസ്ഥ വരുമ്പോഴേ ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഒരു അവസ്ഥ ചേച്ചിക്ക് മനസ്സിലാവും. എന്നിട്ടത് കോപ്പി ചെയ്ത് കൊടുത്തോ? ആ, കൊടുത്തു മാഡം. ആ വീഡിയോ എന്റെ ഫോണിലോട്ടൊന്ന് അയച്ചേക്കേ. ആ രഞ്ജു സർ. വാഞ്ചു. ആ സ്ത്രീ ആരാന്നാ പറഞ്ഞേ? ആദ്യം വന്നപ്പോ ഒരു പേര് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോ അതെനിക്ക് ഓർമ്മയില്ല. വണ്ടി ഇടിച്ച ആളുടെ സഹോദരി അങ്ങനെ എന്തോ ആ പറഞ്ഞത്. വണ്ടി ഇടിച്ച ആളുടെ സഹോദരി. അവളാള് കൊള്ളാലോ. ഈ വിഷ്വലിൽ കാണുന്നവന്റെ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലേക്കും അയക്കണം. ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അത് വെച്ച് നമുക്ക് അവനെ കണ്ടുപിടിക്കണം. പിന്നെ വണ്ടി നമ്പർ RTO ഓഫീസിൽ തിരക്കണം. ശരി മാഡം. ഓക്കെ. മനഃപൂർവ്വമായി അനൂപ എന്നെ അപകടപ്പെടുത്തിയത് തന്നെയാ സച്ചേട്ടാ. ആരാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പോലീസ് എന്തായാലും അവരുടെ രീതിക്ക് അന്വേഷിക്കട്ടെ. എങ്കിലും ആ ACPയോട് ഇതേക്കുറിച്ചൊന്ന് പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എങ്കിലും ഏട്ടത്തി ഇത്ര ദുഷ്ടമായി പോയല്ലോ. ഇതൊന്നും തിരിച്ചറിയാനാവാതെ ഇത്രയും നാളും അവരെ അമ്മയുടെ സ്ഥാനത്ത് കൊണ്ടു നടന്നതിനുള്ള ശിക്ഷയാവും ഇതല്ല. നമ്മൾ കാണുന്ന മനുഷ്യരല്ല സച്ചേട്ടാ ചുറ്റിലുള്ളത്. ബന്ധങ്ങൾ നിലനിർത്തുകയും പിരിക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് സമ്പത്ത്. പണത്തിനും സമ്പത്തിനും വേണ്ടി പ്രതീക്ഷിക്കാത്ത ആളുകളുടെ മനസ്സ് വരെ മാറിയെന്ന് വരും. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടണമെങ്കിൽ ഏടത്തേക്ക് പണത്തിനോട് എത്രമാത്രം ആർത്തി ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനെ നന്ദേട്ടനെ ഓർത്ത് മാത്രം ഞാൻ ഇപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. ഇതെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞ താങ്ങത്തില്ല ആ പാവത്തിന്. മനസ്സ് തകർന്ന് അച്ഛൻ എന്നേക്കുമായി നമ്മളെ വിട്ട് പോകാനും മതി. പക്ഷേ അവസാനം ഒരു നിവൃത്തിയില്ലെങ്കിൽ അത് തന്നെ ചെയ്യും ഞാൻ. എങ്കിൽ നമുക്കത് നേരത്തെ ആവാറുന്നല്ലോ സച്ചേട്ടാ. എലിക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ എല്ലാം അവസാനിപ്പിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതങ്ങനെ തന്നെയാവും അവസാനിക്കുക. പ്രഭാത. ഹലോ പ്രഭാത്, ആണോ? ഓക്കെ, താങ്ക്സ് പ്രഭാത്. താങ്ക് യു വെരി മച്ച്. തൻ്റെ ഊഹം കറക്റ്റാ. ആ വിഷ്വലിൽ കാണുന്ന വണ്ടിയുടെ നമ്പർ ഫേക്കാണ്. അപ്പോ ഒന്നുകൂടി ഉറപ്പിക്കാം, മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയ ആക്സിഡന്റ് ആയിരുന്നു ഇതെന്ന്. നേരിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണോ ഫോണിൽ കൂടി പറയുന്നത്. ഫോണിൽ പറഞ്ഞു എന്ന് കരുതി വിവാഹത്തിന് വരാതിരിക്കരുത്. ഓ സന്തോഷം. ശരി ശരി, അപ്പൊ ഗുഡ് നൈറ്റ്.
എന്താ അച്ഛ വരാൻ പറഞ്ഞത്? ആ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ധനുഷിനോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, എന്നിട്ട് പറയാം. ആ, എന്താ സർ, എന്താ വരാൻ പറഞ്ഞത്? പറയാം. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ ഒന്ന് പോകണം. അത് മറ്റെങ്ങുമല്ല, ഇവളുടെ അമ്മയുടെ വീടിനടുത്തായി ഒരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. ഇവളുടെ അമ്മയ്ക്ക് വലിയ വിശ്വാസമായിരുന്നു അവിടുത്തെ ആയിരവല്ലി തമ്പുരാനെ. എന്തു പ്രാർത്ഥിച്ചാലും അത് സാധിക്കുമെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവളുടെ മരണശേഷം ഞാനും അങ്ങോട്ട് പോകാതായി. കുറച്ച് നാളുകൾ വരെ അവിടെ വിളക്ക് കൊളുത്തിയിരുന്നില്ല. പൂജകളും വഴിപാടുകളൊക്കെ മുടങ്ങിക്കിടന്ന ആ കുടുംബക്ഷേത്രം ഈ അടുത്ത് ഒരു നേർച്ചയ്ക്കായി പുതുക്കി പണിയുകയും നട തുറന്ന് പൂജകൾ ചെയ്യാനും തുടങ്ങി. അതിൻ്റെ ഗുണങ്ങൾ ഈ വീട്ടിലും ഉണ്ടായി എന്നുള്ളതാ സത്യം. വിവാഹത്തിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ വരെ ഒന്ന് പോകണം. പ്രധാന വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും വേണം. മുകളിലിരുന്ന് കാണുന്ന നിന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാവും അത്. പോവാ അച്ഛ, ഞാനും ധനുഷും ഉറപ്പായും പോവാം. അതെ സർ, ഇവിടുത്തെ അമ്മയെ കാണാനുള്ള ഭാഗ്യം ഈശ്വരൻ എനിക്ക് തന്നില്ല. ആ അമ്മയ്ക്ക് അത്രയും വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ ഞങ്ങൾക്കും പോണം. ഉടനെ തന്നെ പോവും. എൻ്റെ അഭിപ്രായത്തിൽ സാറും കൂടി വരണമെന്നാ. വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടി തൊഴാലോ. അത് ശരിയാവില്ല ധനുഷേ. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ മണ്ണിൽ കാലുകുത്തുമ്പോൾ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത പലതും എന്നെ ഓർമ്മപ്പെടുത്തിയെന്ന് വരും. ഞാൻ ഒറ്റയ്ക്ക് വീണ്ടും ചെന്ന് അതൊരു ദുരിതമായി മാറാതെ ഞങ്ങൾ ഒന്നിച്ചു പോയ ആ നല്ല ഓർമ്മകൾ എന്നിൽ എന്നും ഉണ്ടാകുന്നതാ എനിക്കിഷ്ടം. അനുഭവത്തേക്കാൾ ഭംഗി പലപ്പോഴും ഓർമ്മകൾ കാണല്ലോ. പറയുന്നതൊന്നും കേട്ടിട്ട് ചേച്ചിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല അല്ലേ? ധനുഷും സ്നേഹയും കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് പോയിട്ട് ഇവിടുന്ന് ഒരുമിച്ച് അതിനു വേണ്ടി ഇറങ്ങുക പോലുമില്ല. അതിന് ചേച്ചി സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ചേച്ചിയുടെ മനസ്സിൽ അത്രയ്ക്ക് പൊസസീവ്നെസ്സാ. ഇനി ഒരു പ്രയോജനവും ഇല്ലാത്ത ആ പൊസസീവ്നെസ് കൊണ്ട് ചേച്ചി നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവരുടെ വിവാഹം കഴിഞ്ഞാ എല്ലാം കണ്ടും കേട്ടും ചേച്ചിക്ക് അറ്റാക്ക് വരും. അന്ന് ആ കുഞ്ഞ് അബോർഷനായി പോയില്ലായിരുന്നെങ്കിൽ ചേച്ചി എന്ത് ചെയ്തേനെ? ചേച്ചി ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് നടക്കുമ്പോ ആ കുഞ്ഞിന്റെ അച്ഛൻ സ്നേഹയുമായി പുതിയൊരു ജീവിതം തുടങ്ങുന്നത് കണ്ട് ചേച്ചിക്ക് ഭ്രാന്തായി പോകുമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ ചേച്ചിയോട് ഇപ്പോഴും ഞാൻ പറയുന്നത്. ധനുഷ് ചേച്ചിയെ ചതിക്കും. എന്താ, ശരിയല്ലേ? ആര് ചതിച്ചാലും ആര് കൂടെ നിന്നാലും എന്റെ ലക്ഷ്യങ്ങൾ വേറെയാ. അത് തന്നെയാണ് നിന്റെയും. അതിനിടയ്ക്ക് എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുത്താനും തളർത്താനും അല്ല വരേണ്ടത്. എനിക്കിപ്പോ അങ്ങനൊരു ലക്ഷ്യമില്ല. കാരണം
സേതു അങ്കിള് നന്ദേട്ടനൊന്നും എന്റെ അച്ഛനെ ചതിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിറവേറ്റാൻ പറ്റാത്ത ആ ലക്ഷ്യം ചേച്ചിയും മറക്കണം. അങ്ങനെ ചതിച്ചുവെങ്കിൽ എനിക്കും ചേച്ചിക്കും ഇങ്ങനൊരു ജീവിതം ഇവിടെയുള്ളവര് തരില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും പറയുന്നതേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ബാക്കിയൊക്കെ മറന്നിട്ട് ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. നീ ഇതും പറഞ്ഞു വന്നപ്പോഴൊക്കെ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത് തന്നെ ഇപ്പോഴും എന്റെ മറുപടി. മുൻപ് പറഞ്ഞപ്പോഴൊക്കെ അതിൽ ചേച്ചിക്കെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ അത് പറയുമ്പോ ചേച്ചിക്കും സംശയമുണ്ട് അതൊക്കെ നടക്കുമെന്ന്. എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് ഈ വിവാഹം മാത്രമാണ്. സ്വന്തമായി സ്നേഹിച്ച കാമുകൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു എന്ന ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും ചേച്ചിയുടെ മനസ്സിലില്ല. ഒരു ചതിയന് മനസ്സും ശരീരവും കൊടുത്ത് എന്റെ ചേച്ചി ഒരു വിഡ്ഢിയാകുമായിരുന്നു ഇതുവരെ. എന്ന് പറഞ്ഞ ഈ കുടുംബം തകർക്കാൻ ആരെങ്കിലും വന്ന് കൂടെ നിൽക്കാന്ന് പറഞ്ഞ അവർക്ക് ശരീരം വരെ കൊടുക്കാൻ എന്റെ ചേച്ചി തയ്യാറാകൂ എന്നർത്ഥം. എന്താ തല്ലുന്നില്ലേ? എനിക്കറിയാം തല്ലില്ലെന്ന്. കാരണം ഞാൻ പറഞ്ഞത് സത്യം. എന്നെങ്കിലും ഇവിടെയുള്ളവരൊക്കെ ഈ കഥകളൊക്കെ അറിയുമ്പോ അവരും കരുതുന്നത് ഇത് തന്നെയായിരിക്കും. നന്ദേട്ടനെ ചതിച്ചതിന് ഈശ്വരൻ തന്ന ശിക്ഷയാണ് ഇതെന്ന് കരുതി സമാധാനിച്ചാ മതി. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. പലതും തുടങ്ങുന്നതേ ഉള്ളൂ. ഏഴാം തീയതി സർജറി എന്ന് പറയുമ്പോ അന്നാണല്ലോ സ്നേഹയുടെ വിവാഹവും. അന്ന് എങ്ങനെയാ സന്ദീപേ? അതിനെന്താ, അന്നേരം നടത്തണം. അപ്പോ സ്നേഹയുടെ വിവാഹത്തിന് നീ വരില്ലേ? എന്തിന്? ഞാനെന്തിനാ അവിടെ വരുന്നത്? എനിക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എടുത്തി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ അനിയത്തിയല്ലേ അവള്? ഏട്ടൻ എന്ന നിലയില് നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഇല്ല, അവളുടെ മേലോ ഈ വിവാഹത്തിലോ യാതൊരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടും ഞാൻ എഴുതി തള്ളിയതാ. ഇനി ആതിരയുടെ സർജറി അന്നല്ലെങ്കിലും ഞാൻ വരില്ല. സർജറി അന്ന് തന്നെ ആയതുകൊണ്ട് മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്ന പോലുമില്ല. ഒരു കണക്കിന് രണ്ടും ഒരേ ദിവസമായത് നന്നായി. പോവാതിരിക്കാൻ ഒരു കാരണമായല്ലോ. സന്ദീപേ, അതങ്ങനെയല്ല. നീ പോണം. അവിടെ ഉള്ളവർക്കെല്ലാം ആഗ്രഹം കാണില്ലേ നീ ചെല്ലണോന്ന്? നീ ചെന്നില്ലെങ്കിൽ ആ വൈരാഗ്യം ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് മാറാൻ പോകുന്നില്ല. എന്റെ സർജറി നടക്കുമ്പോ സന്ദീപ് ഇവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ. ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. 1-2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. സന്ദീപ് പോണം. തന്റെ സർജറി സമയത്ത് ഞാനിവിടെ അടുത്ത് പോകണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ? ഉണ്ടാവും, എനിക്ക് നന്നായിട്ടറിയാം. ഇനി അങ്ങനെ ഇല്ലെങ്കിലും ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഈ വിവാഹം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് ഞാൻ. അത് മുടക്കാനും നോക്കിയതാ. ഇങ്ങനൊരു അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ അതിനിപ്പോഴും ഞാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഞാൻ അവിടെ ചെല്ലാനും അവരുടെ മാത്രം സന്തോഷത്തിൽ പങ്കെടുക്കാനും
ഒരു തരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അവനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ എന്റെ അനിയത്തി. അവൾ അങ്ങനെ ഒരു നശിച്ച ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന് ഞാൻ കരുതിക്കോളാം. ഏട്ടത്തിക്കും ആഗ്രഹമില്ലാതെയല്ലേ ഈ വിവാഹം നടക്കുന്നതും ഏട്ടത്തി അതിന് പോകാൻ ഒരുങ്ങുന്നതും? മറ്റുള്ളവർ വിഷമം നോക്കുന്നതുകൊണ്ടാണ് ഏട്ടത്തി നമുക്കൊരു സമാധാനം കിട്ടാത്തത്. ഇനിയിപ്പോ അവരൊക്കെ എന്ത് വേണേലും കരുതിക്കോട്ടെ. എനിക്കെന്റെ ഭാര്യയും ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുമാണ് ഏറ്റവും വലുത്. അച്ഛ വന്നോ? ആ, മോളപ്പോ വന്നു. കുറച്ചു നേരമായി. ഞങ്ങളെ വീട് വരെ ഒന്ന് പോയതാ. എന്തായി അവിടുത്തെ കല്യാണ തിരക്കൊക്കെ? 7-ാം തീയതിയാ വിവാഹം. ഓ, അക്കാര്യം തന്നെയാ ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇവളുടെ സർജറി അല്ലേ, അപ്പോ അതിനെന്താ, സന്ദീപ് പോയിക്കോട്ടെ. ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു ചടങ്ങല്ലേ അത്. അവൻ വരുന്നില്ലെന്നാ പറയുന്നത്. വരുന്നില്ലെന്ന് പറയുന്നതിന് ഇവന്റേതായ കാരണങ്ങളുണ്ടെങ്കിലും ഇക്കാര്യം പറഞ്ഞ അവിടെ ചെറിയ സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കുവോ? പെട്ടെന്ന് തീരുമാനിച്ച വിവാഹം. അപ്പൊ പിന്നെ ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ സന്ദീപും കൂടെ അവിടെ വേണ്ടേ? ആതിരെ ഇങ്ങനൊരു അവസ്ഥയിലായതുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റിയില്ലെങ്കിലും വിവാഹത്തിന് എന്തായാലും മോൻ പോണം. അമ്മേ, ഞാൻ പോവില്ല. എന്നെ അതിനാരും നിർബന്ധിക്കരുത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൃന്ദാവനത്തിൽ വന്ന് താമസിക്കുന്നത് ആതിരയോടൊപ്പം ഞാൻ വേണം എന്നൊരൊറ്റ കാരണത്താലാ. ഞാൻ ഇവളുടെ സർജറി നടക്കുന്ന സമയത്ത് എനിക്ക് താല്പര്യമില്ലാത്ത അവരുടെ മാത്രം ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ അതിനർത്ഥം ഞാൻ എനിക്ക് പിറക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിനേക്കാൾ വലുതായി മറ്റു കാര്യങ്ങളെ കാണുന്നുവെന്ന. അങ്ങനെ ഇതിലും വലിയ കാര്യമല്ലാതെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം എനിക്ക് വിഷമവും പശ്ചാത്താപവും ഒന്നുമില്ല. മോനെ, താല്പര്യമില്ലാത്തത് മോന്റെ മാത്രം കാര്യമാണ്. വിവാഹത്തിന് വരുന്നവർ കരുതുക ഭാര്യ വീട്ടുകാർ പറയുന്നത് കേട്ടോ അവരുടെ താല്പര്യത്തിനനുസരിച്ചോ മോൻ ചെന്നില്ല എന്നായിരിക്കും. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ടാക്കും. എന്തിനാ മോനെ അതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? പോവാൻ പറ. നാട്ടുകാരെന്ത് വിചാരിക്കുന്നത് എന്റെ പ്രശ്നമൊന്നുമല്ല അച്ഛാ. അതിലും കൂടുതൽ വിചാരിക്കുന്നത് എന്റെ വീട്ടുകാർ തന്നെ ആയിരിക്കും. ഏട്ടത്തി പറയുന്ന പോലെ അവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല. ഈ നിമിഷം വരെ അവിടെ നിന്ന് ആരും എന്നൊന്നും വിളിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഓർമ്മിക്കാത്തടത്ത് സാന്നിധ്യം അറിയിക്കേണ്ട ഗതികേട് എനിക്കില്ല. നിങ്ങളാരും എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. വെറുതെ മനഃപൂർവ്വം ദേഷ്യം കാണിക്കുന്നതാ സന്ദീപ്. ഉള്ളിൽ അവന് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും അനിയത്തിയല്ലേ. ഇവരുടെയൊക്കെ വലിയ സ്വപ്നമായിരുന്നില്ലേ സ്നേഹയുടെ വിവാഹം? ഒന്നാലോചിച്ചാ അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അവന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാ അവിടെ. എന്നിട്ടും ഈ വിവാഹം കുറച്ചു ദിവസം നീട്ടിവെക്കണമെന്ന് അവർക്ക് തോന്നിയില്ലല്ലോ. എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അച്ഛനോട് സംസാരിക്കണോ അതേപ്പറ്റി? ഇനി നീ അതേപ്പറ്റി സംസാരിച്ച് മുഷിപ്പേരൊന്നും ആവണ്ട. അവരുടെ മോളുടെ കാര്യം അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക, നടത്തുക ചെയ്യട്ടെ. സച്ചേട്ടാ, താനിപ്പോ എവിടെ? ഹോസ്പിറ്റലാണോ? അതെ. അടുത്ത് അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ഉണ്ട്. താൻ അവിടുന്ന് അല്പം ഒന്ന് മാറിയെന്നേ. ഒരു മിനിറ്റ്.
എന്താ? സച്ചേട്ട പറയും. ആ ആക്സിഡന്റിന്റെ CCTV വിഷ്വൽസിലെ ജീപ്പ് ഓടിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവന്റെ പേര് മിന്നൽ ബിജു എന്ന്. ഏതോ കേസിൽപ്പെട്ട് ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവനൊരു വാടക കൊലയാളിയാ. ഞാൻ മറ്റൊരു വഴിക്ക് അറിഞ്ഞതാ ഇതൊക്കെ. അപ്പോ ഏട്ടത്തിയോ ആ ധനുഷോ അവനെ വാടകയ്ക്കെടുത്താണ് ഇത് നടത്തിയത്. അതല്ലേ ശരി? അതെ സച്ചേട്ടാ.